ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഇന്ന് ഒരു പാനിലേക്ക് കുറച്ച് വെണ്ടയ്ക്കയും പിന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ കഴിക്കാതെ കൂടെ മാറ്റി വെക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എന്നാലും ഉണ്ടാക്കിയാലോ? അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ നിലക്കടല എല്ലാം കൂടെ ഒരു ഇടികളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇടിച്ചെടുക്കണേ. ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് തരിതരിയായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ദാണ്ടെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് നിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ദാണ്ടെ ഇപ്പം ഞാൻ അതിലേക്കുള്ള തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ഊതി കളഞ്ഞിട്ട് എടുത്തതാണ്. ഇതുപോലൊക്കെ ഒന്ന് ക്രഷാക്കിയാൽ മതി. ഒരുപാട് അങ്ങ് തരിതരിയാക്കണ്ട. അപ്പം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്തിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 കുഞ്ഞുള്ളി ദാണ്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞൊന്ന് ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാവേ. ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞു വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ദാണ്ട നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പം ഇതുപോലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അരിഞ്ഞെടുത്തിട്ട് ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്നങ്ങ് വഴറ്റി അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറുന്ന വരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു 5-6 മിനിറ്റ് ഒന്ന് വഴറ്റുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി ഈ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്നങ്ങ് വെന്ത് കിട്ടും. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സാക്കി കൊടുത്താലും മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്നില്ല. ഇപ്പോൾ ദാണ്ട് ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷാക്കി വെച്ചേക്കുന്ന നിലക്കടലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇട്ട് കൊടുക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല, അത് റെക്കോർഡ് ആയില്ലായിരുന്നു കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സൂപ്പർ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കിക്കോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴും കുട്ടികളൊക്കെ കഴിക്കും. പിന്നെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഓടുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ വെണ്ടയ്ക്കൊക്കെ കാണുമ്പോഴേ അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോഴേ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കഴിഞ്ഞു. അപ്പോഴെല്ലാവരും ഒന്ന് ട്രൈ ആക്കിക്കോ. അപ്പം ഇനി അടിപൊളി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടെ തന്നേക്കാൻ മറക്കല്ലേ. അപ്പം ഇനിയും കാണാടോ. ബൈ.